ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതായത് ഞാൻ ലോൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയ ഒരു ലോൺ ആപ്ലിക്കേഷനാണ്. അതായത് അധികം ഡോക്യുമെൻറ്റ്സും കാര്യവും ഇല്ലാതെ ഒരു 5-10 മിനിറ്റുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്ന ഇതിലും ഒരു ലോൺ ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഞാനിത് ചെയ്ത് നോക്കി, അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും എല്ലാം ചെയ്തു തരാം. അതിൻ്റെ ബേസിക് എലിജിബിലിറ്റീസ്, ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം. അതിനു മുമ്പ് നമ്മളിപ്പോൾ ഒരേ സിബിലുള്ള ആൾക്കാർ ഒരു RBI അപ്രൂവ്ഡുള്ള ആപ്പിൽ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അവർക്ക് തമ്മിൽ റിജക്ഷൻ ആകാറുണ്ട്. ചിലപ്പോൾ ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞ ആൾക്ക് അപ്രൂവും, ക്രെഡിറ്റ് സ്കോർ കൂടിയ ആൾക്ക് റിജക്ഷനും ആകാറുണ്ട്. അതൊക്കെ ബാങ്കിൻ്റെ ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇങ്ങനെ പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരേ സിബിൽ സ്കോർ ആയിരുന്നു, എനിക്ക് റിജക്റ്റായി, അദ്ദേഹത്തിന് ലോൺ കിട്ടി. അത് നമ്മുടെ ബാങ്കിങ്, ഞാൻ മുമ്പ് പറയുന്ന പോലെ ബാങ്കിങ് നമ്മുടെ ഏരിയ, അതായത് നമ്മുടെ ഏരിയ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ലോൺ കിട്ടത്തില്ല. പിന്നെ സിബിൽ സ്കോർ 0, നമ്മൾ ബാങ്കുമായിട്ട് ഇതുവരെയ്ക്കും ഒരു കണക്ഷനുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കാർഡില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ബാങ്കിങ് എലിജിബിലിറ്റി, ഇനി ബാങ്കിൽ ഒരുപാട് ഇന്റേണൽ എലിജിബിലിറ്റീസ് ഉണ്ട്. അത് നമുക്കൊന്നും അറിയില്ല എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ചെയ്യുന്നത്. അതൊക്കെ അതിൻ്റെ ഹയർ ഓഫീഷ്യൽസാണ് അത് ചെയ്യുന്നത്. ക്രെഡിറ്റ് മാനേജർ, അതിൻ്റെ മുകളിലുള്ള മാനേജർ എല്ലാം ഇങ്ങനെ അസസ് ചെയ്താണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ലോൺ അപ്ലൈ ചെയ്യും, നമുക്കത് റിജക്ഷനുമാകും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇന്ന് ലോൺ എടുക്കാൻ ശ്രമിച്ച സമയത്ത് എനിക്ക് അപ്രൂവലായ ഒരു ആപ്ലിക്കേഷൻ വളരെ സിമ്പിളായിട്ട് തോന്നി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആപ്ലിക്കേഷനാണ്, ഒരു 50% പേർക്കും അറിയാം. ഇത് സാലറി ഇല്ലാതെയും സാലറി ഉള്ളവർക്കും ലോൺ കൊടുക്കുന്നതാണ്. അപ്പോൾ സാലറി ഇല്ലാതെ ഞാൻ സാലറി ഇല്ലാതെയാണ് അപ്ലൈ ചെയ്തത്. സെൽഫ് എംപ്ലോയീസിൽ കൊടുത്തു. എനിക്ക് 15,000 രൂപയാണ് അപ്രൂവ് ആയത്. വളരെ നല്ല രീതിയിൽ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ചെയ്തത്. ഇനി സാലറി ഉള്ളവർ ആൾക്കാരാണെങ്കിൽ 13,500 രൂപ സാലറി വേണം. ഈ സാലറി ഉള്ളവർ സാലറി ഇല്ലയെന്ന് പറഞ്ഞ് കൊടുക്കരുത്. കാരണം സ്റ്റേറ്റ്മെൻറ്റിൽ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് മന്ത്ലി സാലറി വരുന്നുണ്ട്, അവർക്ക് അറിയാൻ സാധിക്കും, അത് റിജക്ഷൻ ആവും. അപ്പോൾ സാലറി ഉള്ളവർ അതേപോലെ തന്നെ സാലറി ഉണ്ടെന്ന രീതിയിൽ തന്നെ കൊടുക്കുക. 13,500 രൂപ സാലറി ഉണ്ടെന്ന് തന്നെ കൊടുക്കുക. പിന്നെ സെൽഫ് എംപ്ലോയീസ് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരു മന്ത്ലി എമൗണ്ട്, ഒരു വരുമാനം ഒരു 50,000 താഴെ കൊടുക്കുക. 50,000 മുകളിൽ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ പറയുന്ന പോലെ ഓവർ കോൺഫിഡൻസ് ആയി പോകും. അത് കൊടുക്കരുത്. കാരണം അവർ ആലോചിച്ച് നോക്കുക, 50,000 രൂപയുള്ള ആൾ എന്ത് സാലറി ബാങ്ക് വഴി കിട്ടുന്നില്ല, അവർക്ക് ITR ഒന്നുമില്ല, അങ്ങനെ ചിന്തിക്കും, അങ്ങനെ റിജക്ഷൻ ആവും ചില ആപ്ലിക്കേഷനിൽ. അപ്പോൾ നിങ്ങളൊരു 40-നും 50-നും ഇടയിൽ സാലറി കൊടുക്കുക. നോർമലി 30 കൊടുത്താലും 20 കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ 21 വയസ്സ് മുതൽ 57 വയസ്സ് വരെയാണ്. സാധാരണ നമ്മൾ പറയുന്ന പോലെ ID പ്രൂഫും മറ്റു കാര്യങ്ങളുമെല്ലാം ഇവർ ചോദിക്കുന്നത്. പിന്നെ അവരുടെ ബെനിഫിറ്റ്, നമുക്ക് ലോൺ എമൗണ്ട് 10,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ കിട്ടും. ഈ ഒരു സാലറി സ്ലിപ്പും ഒന്നുമില്ലാതെ ഫസ്റ്റ് ഡേ എടുക്കുന്ന ഒരാൾക്ക് 5 ലക്ഷം രൂപ കിട്ടുമെന്നല്ല കേട്ടോ. ഫസ്റ്റ് ഡേ എടുക്കുന്ന ആൾക്ക് ചിലപ്പോൾ 10-15 അതിൽ കൂടുതൽ വരില്ല. ചിലപ്പോൾ നല്ല ബാങ്കിങ് ആണെങ്കിൽ 25 രൂപ കിട്ടും മാക്സിമം. സാലറി ഉള്ള ആൾക്ക് ഒരു 13,500 രൂപ ഉണ്ടെങ്കിൽ ഏകദേശം വന്നിട്ട് 1 ലക്ഷം രൂപ അടുത്ത് കിട്ടും. പിന്നെ 60 മാസം വരെ നിങ്ങൾക്ക് ഇതിൻ്റെ ടെന്യൂരിറ്റി ലഭിക്കുന്നതാണ്. ബാങ്കിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല, 100% ഓൺലൈനാണ്. ഒരു 24 hours അവർ ഡിസ്ബേഴ്സൽ പറഞ്ഞിരിക്കുന്നത്, പക്ഷേ 10 മിനിറ്റിനാകും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ യാതൊരു വിധമായ ഹിഡൻ ചാർജസോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാം. RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്യുന്ന കുറച്ച് ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ക്രെഡിറ്റായി എമൗണ്ട് അവിടെ കാണിച്ചിരിക്കുന്നത്, ഇതിൻ്റെ EMI എമൗണ്ട് അവിടെ കാണിച്ചിരിക്കുന്നത്, ഇവിടെ സിബിൽ സ്കോർ, ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. എനിക്ക് ക്രെഡിറ്റായി എമൗണ്ട് 15,000 രൂപയാണ്. മന്ത്ലി EMI 1,949 രൂപയാണ്. ലോൺ ID, EMI ഡേറ്റ് 5-ാം തീയതി, എവരി എല്ലാ മാസത്തിലും 5-ാം തീയതിയാണ്. ഓട്ടോ ഡെബിറ്റ് ഞാൻ എനേബിൾഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ അവർ കട്ട് ചെയ്തോളും. നമ്മൾ പിന്നെ മാസം ഡേറ്റിൽ അക്കൗണ്ടിൽ കൊണ്ടിടേണ്ട ആവശ്യമില്ല, വളരെ ഈസിയാണ്. ഇനി നമ്മളുടെ EMI ഡീറ്റെയിൽസ്, എനിക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9 EMI ആണ് ഇവിടെ ഉള്ളത്. അതിൽ ഞാൻ 1, 2, 3 EMI ഞാനത് പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഏകദേശം വന്നിട്ട് 6 ഉണ്ട്. അത് പേ ചെയ്താൽ എനിക്ക് EMI ഡേറ്റ് വരുന്നത് 5/4/2024 ഈ അടുത്ത EMI ഡേറ്റ് വരും. അപ്പോൾ ഇതാണ് എൻ്റെ പ്രൂഫ്. ഇത് കൂടുതൽ അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യുന്ന ഡീറ്റെയിൽസ് നോക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമേ ഇതിൽ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും. മൊബൈൽ നമ്പർ കൊടുത്തിട്ട് OTP ജനറേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി വെരിഫൈ OTP എന്ന ഓപ്ഷൻ വരും. വെരിഫൈ OTP ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസും നിങ്ങളുടെ എലിജിബിലിറ്റിയും എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ആധാർ കാർഡും പാൻ കാർഡും വെച്ച് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പാൻ കാർഡ് ഉള്ള പോലെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക, എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് കൊടുക്കുക, മന്ത്ലി ഇൻകം കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക, പാൻ നമ്പർ കൊടുക്കുക. ഇനി ഗെറ്റ് ഓഫർ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഗെറ്റ് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എലിജിബിൾ എമൗണ്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ എത്രയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ റീപേയ്മെൻറ്റ് ടെന്യൂരിറ്റി നിങ്ങൾ ചോദിക്കും, 2 വർഷമാണോ 1 വർഷമോ വേണ്ടത്, അതിവിടെ കറക്റ്റ് കൊടുക്കുക.
ഇനി ക്ലിക്ക് ഓൺ പ്രൊസീഡ് ഓപ്ഷൻ പ്രസ് ചെയ്യുക. നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഇവിടെ പ്രസ് ചെയ്യുക. അതായത് ഓഫീസ് അഡ്രസ്സ്, പിൻകോഡ് എന്നിവ പ്രസ് ചെയ്യുക. കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. KYC ആധാർ കാർഡും പാൻ കാർഡും എല്ലാം വെരിഫൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ വെരിഫിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ ഈ സാലറി ഇല്ലാത്തവർ ഇങ്ങനെ തന്നെ കൊടുക്കുക, സാലറി ഉള്ള ഓപ്ഷനിൽ തന്നെ കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് നോർമലി അത് റിജക്റ്റ് ആയിട്ട് പുതിയ ഓപ്ഷൻ വരും. നിങ്ങൾക്ക് ഈ സാലറി ഉള്ള കേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് 15,000 രൂപ മാത്രമേ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു പോപ്പപ്പ് വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ചെയ്യുക, സാലറി ഇല്ലാത്തവർ. മനസ്സിലായി? ഇതിൽ സെൽഫ് എംപ്ലോയി എന്ന ഓപ്ഷൻ വരില്ല. അതിൻ്റെക്കാട്ടി നല്ലത് നിങ്ങൾ സാലറി ഓപ്ഷൻ കൊടുത്തിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് അത് എന്താ പറയുന്നത്, ഈ ഒരു ആപ്പ് നേരെ പോയി 15 ഈ എമൗണ്ടിൽ നിൽക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സാലറി ഉള്ളവർ അതിനനുസരിച്ച് നിങ്ങൾ ലോൺ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.